പൈതൃക കലാരൂപം വേദികളിൽ അവതരിപ്പിക്കാൻ അവസരം നൽകുന്നതും അത് ഏറ്റെടുക്കുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ കൃത്യമായ രീതിയിൽ വയനാടിൻ്റെ കമ്പള കളിയല്ല, കമ്പള നാട്യം പണിയ നൃത്തവും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കാണുമ്പോഴേ വലിയ ഒരു സങ്കടമുണ്ട്. കാരണം എന്ന് വെച്ചാൽ കമ്പള നാട്ടിക്ക് അതിൻ്റേതായ ഒരു കഥയുണ്ട്. കഥ പറയാന്നാണ്, പാട്ട് പാടുകയല്ല. അതുപോലെ ഈ വട്ടക്കളിക്കും കോരിക്കളി, ഈ വട്ടക്കളിക്കും കൃത്യമായ രീതിയിൽ അതിന് ഒരു താളം. ഞാൻ കണ്ടെടുത്തോളം ഈ 3 ടീമിലും മൂന്നാമത്തെ ടീം കുറച്ചു നേരം കമ്പളത്തിൻ്റെ ആ രീതിയിൽ അടിച്ചു, പിന്നീട് അവരെ കയ്യിൽ നിന്ന് ആ ഒരു താളം പോയി മൂന്നാമത്തെ ടീം. പിന്നെ ശരിക്കും ഒരു പണിയ നൃത്തത്തിന് കമ്പള നാട്ടിക്കും വട്ടക്കളിക്കും അടിക്കുന്ന തുടി ഈ 3 ടീമും കൃത്യമായ രീതിയിൽ ചെയ്തിട്ടില്ല. കാരണം ഒരു കല എന്ന് പറയുന്ന മംഗലം കളിയും പിന്നെ ഇള നൃത്തവും മലപ്പുലിയാട്ടവും ഒക്കെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പണിയ നൃത്തവും. അപ്പോൾ ഗോത്ര നൃത്തങ്ങൾ ഇങ്ങനെയൊക്കെ കളിച്ചാൽ മതി എന്നുള്ളത് അല്ല. ഇനി വരുന്ന ദിവസങ്ങളിലെങ്കിലും അല്ലെങ്കിൽ അടുത്ത വേദികളിലെങ്കിലും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച് ആ ഒരു തലത്തിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ എന്താണോ ചെയ്തു വെക്കുന്നത് അതാണ് ഇനി വരും തലമുറ കാണുക. ഞാൻ ഒരു കുട്ടികളെയോ അല്ല പരിശീലകരെയോ മോശമായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല, പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. കമ്പള ചോറുക്ക് കുമ്പളക്കറി കുത്തരി ചോറുക്ക് താളുണ തട്ടേ, കമ്പള ചോറുക്ക് കുമ്പളക്കറി കുത്തരി ചോറുക്ക് താളുണ തട്ടേ. അതുപോലെ നല്ല നല്ല മൊട്ടമാരെ കണ്ടുവച്ചുള്ളേ, ചെമ്പരത്തി പൂ പോലെ കോത്തു വെച്ചുള്ളേ, മഞ്ഞുമയെ പെയ്യിഞ്ചോ പിന്നു പുരേ ചോരിഞ്ചോ. ഈ സൗണ്ടൊക്കെ വേണ്ടേ? അപ്പോൾ ഈ 3 ടീമുകളും പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷം. 3 ടീമിനെ എന്തായാലും ജില്ലയിലേക്ക് നമുക്ക് യോഗ്യരാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു ടീമിനെ നമ്മൾ ജില്ലയിലേക്ക് യോഗ്യരാക്കിയിട്ടില്ല. ചെറിയ ചില മാർക്കിൻ്റെ വേരിയേഷൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 3 ടീമിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്, ഞങ്ങൾക്ക് യോഗ്യരാക്കാൻ കഴിയില്ല. 3 പേര് യോഗ്യരാണ്. പക്ഷേ ജില്ലയിലേക്ക് ഒരു ടീമിനെ മാത്രമേ നമുക്ക് പറഞ്ഞു വിടാൻ പറ്റൂ. പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ജില്ലയിലേക്ക് തിരഞ്ഞെടുത്ത ടീമിൻ്റെ ചെസ് നമ്പർ 1 3